കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ കുറേ കൺസർവേഷൻ പ്രോഗ്രാംസുകൾ നമ്മുടെ വൈൽഡ് ലൈഫിനെ, നമ്മുടെ ഫ്ലോറ ആൻഡ് ഫനേനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വൈൽഡ് ലൈഫ് പ്രോഗ്രാംസുകൾ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രൊജക്ട് ടൈഗറൊക്കെ അതിനൊരു വലിയ എക്സാമ്പിളാണ്. സോ ഈ ഒരു കൺസർവേഷൻ പ്രോഗ്രാംസുകൾ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത് ഗവൺമെൻറ് ചെയ്യുന്ന കുറേ ലീഗലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഓർ നമ്മുടെ ഇന്ത്യയിലെ പല ലോക്കൽ പീപ്പിൾസ് അല്ലേ, അവർ കൂടെ ഈ ഒരു കൺസർവേഷൻ്റെ പാർട്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അവരും ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമുക്കിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ. ദാറ്റ് ഫോറസ്റ്റ്സ് ആർ home to traditional communities in many places. These communities work with the government to protect them. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഈ ഒരു ഫോറസ്റ്റിനെയും അവിടുത്തെ ഫ്ലോറേനെയും ഫനേനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ ദ ഫോറസ്റ്റ് ആർ ഹോം ടു ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസ് ഇൻ മെനി പ്ലേസസ്. അപ്പോൾ അവർ ലീവ് ചെയ്യുന്ന പ്ലേസിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം അത് അവരുടെ സർവൈവലിന് വെരി എസെൻഷ്യലാണ്. ഓക്കെ, അവരുടെ ലൈഫിന് ഓർ ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ ദെയർ സർവൈവൽ. അത് അവരുടെ നീഡ്സാണ്, അവരുടെ വാണ്ട്സാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അല്ലേ. അവരുടെ എന്താണ്, ഫോറസ്റ്റ്സ് അവരുടെ ഹോമാണ്. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസാണ് സരിസ്ക ടൈഗർ റിസർവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. ഇൻ സരിസ്ക ടൈഗർ റിസർവ് ഇൻ രാജസ്ഥാൻ, വില്ലേജസ് യൂസ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മൈനിങ്. ആ ഒരു ഏരിയയിൽ മൈനിങ് നന്നായിട്ടുണ്ടായ ടൈമിൽ അവിടുത്തെ വില്ലേജസ്, ലോക്കൽ വില്ലേജസ് എന്ത് ചെയ്യാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലേ, ആ ആക്ട് വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ മൈനിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്തു. ഗവൺമെൻറ് അല്ല മൈനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്, അവിടുത്തെ വില്ലേജേഴ്സാണ്. അവരെന്ത് ചെയ്യണം, ഈ മൈനിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജേഴ്സാണ് അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വൺ അനദർ എക്സാമ്പിൾ ഇൻ ബൈർദേവ് ഡാക്കോ സൗജാരി ഇൻ അൽവാർ രാജസ്ഥാൻ. ഇറ്റ്സ് അഗെയിൻ ഇൻ രാജസ്ഥാനിൽ തന്നെയുള്ളൊരു പ്ലേസിലാണ്. ഇൻ അൽവാർ രാജസ്ഥാൻ 5 villages declared 1,200 hectares of forest as the Bhairav Dakau Saujari, setting their own rules to protect wildlife and banning hunting. അവരെന്ത് ചെയ്യുന്നത്, 1,200 hectares of forest, ആ ഒരു ഏരിയയിലുള്ള 1,200 hectares ഓഫ് ഫോറസ്റ്റിനെ ദേ സെറ്റിംഗ് ദെയർ ഓൺ റൂൾസ്, അവരുടെ റൂൾസ് അവർ സെറ്റ് ചെയ്യാണ്. ഗവൺമെൻറ് അല്ല റൂൾസ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ വില്ലേജേഴ്സ് 5 villages കൂടിയിട്ട് ദേ സെറ്റിംഗ് ദെയർ ഓൺ റൂൾസ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് ബാനിങ് ഹണ്ടിങ്. അവിടെ നല്ല രീതിയിൽ ഹണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ വൈൽഡ് ലൈഫിനെ ഇറ്റ്സ് എഫക്റ്റ് വെരി ബാഡ്ലി. സോ ദേ സെറ്റ് അപ്പ് ദെയർ ഓൺ റൂൾസ്. ഓക്കെ, ദ വില്ലേജസ് സെറ്റ് ദെയർ ഓൺ റൂൾസ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് ബാനിങ് ഹണ്ടിങ്. അവരെന്നെ എന്ത് ചെയ്യാണ്, റൂൾസ് ഉണ്ടാക്കാൻ എവിടെ ഹണ്ടിങ് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്കറിയാം, കുറച്ചൊരു മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ബഗ്ഗിങ് അല്ലേ, കുറേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ബഗ്ഗേഴ്സ് എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ടുപോകുക അല്ലേ, ബഗ്ഗറായിട്ട് വന്നിട്ട് ആക്ട് ചെയ്ത് വന്നിട്ട് അവരെന്ത് ചെയ്യുക, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ കുറേ ഒരു ഇഷ്യൂ വന്ന സമയത്ത് കുറേ നാടിൽ, കുറേ വില്ലേജസിൽ നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ വില്ലേജേഴ്സ് തന്നെ എന്ത് ചെയ്യുക, അവർ റൂൾ ഉണ്ടാക്കില്ലേ, അവരുടെ വില്ലേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ബെഗേഴ്സിനെ അലൗഡ് അല്ല. എന്നിട്ട് അവരൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ വില്ലേജിൻ്റെ എൻട്രൻസിൽ ആ ഫ്ലെക്സ് കൊണ്ടുപോയി വെക്കും അല്ലേ. എന്താണ്, മലയാളത്തിൽ തന്നെ വലിയ രീതിയിൽ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ യാചകരെ അനുവദിക്കുന്നതല്ല അല്ലേ, ബെഗേഴ്സ് നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഗവൺമെൻറ് സെറ്റ് ആ ഒരു വില്ലേജിൽ, അതൊരു ഒരു ചെറിയ വില്ലേജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വില്ലേജിൽ ബെഗറിനെ അലൗഡ് അല്ല എന്നുള്ളത് ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഡിസിഷൻ അല്ല, അത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസ്, വില്ലേജസ് എടുത്തിട്ടുള്ള ഡിസിഷനാണ്. അതുപോലെ തന്നെ ഈ അൽവാർ ഇൻ രാജസ്ഥാനിലെ 5 villages അവരെന്ത് ചെയ്യാണ്, ഒരു 1,200 hectares ഓഫ് ഫോറസ്റ്റിനെ ദ സെറ്റിംഗ് ദെയർ ഓൺ റൂൾസ് ടു പ്രൊട്ടക്റ്റ് വൈൽഡ് ലൈഫ് ആൻഡ് ബാനിങ് ഹണ്ടിങ്. ഇവിടെ ഹണ്ടിങ് അലൗഡ് അല്ല എന്ന് ആ വില്ലേജസാണ് അവിടെ ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അവരതിനെ ഹണ്ടിങ്ങിനെ അവിടെ ബാൻ ചെയ്യാണ്. ഓക്കെ, അത് ഗവൺമെൻറ് അല്ല ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ലോക്കൽ പീപ്പിൾസാണ്. ഓക്കെ, then Chipko movement. Next one is Chipko movement. The Chipko movement in the Himalayas successfully stopped deforestation and showed the value of planting native trees. Okay, it's the original
പിക്ചർ ഓഫ് ദി ചിപ്കോ മൂവ്മെൻറ്റ്. അവിടെയുള്ള നല്ല രീതിയിൽ ഡിഫോറസ്റ്റേഷൻ ലൈക്ക് കട്ടിങ് ഡൗൺ ദ ട്രീസ് അത് നന്നായിട്ടുണ്ടായ സമയത്ത് അവിടെ എന്ത് ചെയ്യണം, ആ ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള പീപ്പിൾ ഒരു വുമൻസ് ആണ്, കൂടുതലായിട്ട് ലേഡീസാണ് അതിലുണ്ടായിരുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ അവിടുത്തെ ലേഡീസ് എന്ത് ചെയ്ത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് ആണ്. സോ അവർ ആ ഒരു ട്രീൻ്റെ ചുറ്റിലും നിന്നിട്ട് ലൈക്ക് കൈ പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റും നിന്നിട്ട് ഞങ്ങളിത് കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് പോലെ അവർ നിൽക്കുകയാണ് അല്ലേ. സോ അതാണ് ചിപ്കോ മൂവ്മെൻറ്റ്. കണ്ടോ ഈ ഒരു പിക്ചറിലൊക്കെ കാണുന്ന പോലെ അവർ അതിൻ്റെ റൗണ്ടായിട്ട് ആ ഒരു ട്രെയിനിൻ്റെ ചുറ്റും നിന്നിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് നിന്നിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, ദേ സക്സസ്ഫുള്ളി സ്റ്റോപ്പ് ദി ഡിഫോറസ്റ്റേഷൻ. അവർക്ക് അവിടുത്തെ ഡീഫോറസ്റ്റേഷൻ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി അല്ലേ. ആൻഡ് ദേ ക്യാൻ ഷോ ദ വാല്യൂ ഓഫ് പ്ലാന്റിങ് നാറ്റീവ് ട്രീസ്. The next, traditional conservation methods and eco-friendly farming are now widespread. നമ്മുടെ ട്രഡീഷണൽ കൺസർവേഷൻ മെത്തേഡ്സ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ഫാമിംഗ് അതൊന്നുള്ളത് ബീച്ച് ബച്ചാവോ ആൻഡോലൻ ഇൻ തെരി ആൻഡ് നവധാന്യ പ്രൊമോട്ട് കെമിക്കൽ ഫ്രീ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പ് ഫാമിംഗ്. ഈ ഒരു ലോക്കൽ പീപ്പിൾസ് ഇവിടുത്തെ ഈ ഒരു ലോക്കൽ പീപ്പിൾസ് ബീച്ച് ബജാവോ ആൻഡോലൻസിലുള്ള ഈ ഒരു പീപ്പിൾസ് എന്ത് ചെയ്യാണ്, ദേ പ്രൊമോട്ട് കെമിക്കൽ ഫ്രീ ഫാമിംഗ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ക്രോപ്പ് ഫാമിംഗ് വിച്ച് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. അത് സസ്റ്റൈനബിൾ ആണ്, അത് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ എക്കോ സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കില്ല, നേച്ചറിൽ ഒരു ഡാമേജും ഇല്ലാത്ത കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫാമിംഗ്. ആൻഡ് ഇറ്റ് പ്രോഫിറ്റബിൾ, അത് ആൾസോ പ്രോഫിറ്റബിൾ കൂടിയാണ്. പ്രോഫിറ്റബിൾ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റില്ല അല്ലേ. ബട്ട് അവർ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫാമിങ് അത് സസ്റ്റൈനബിൾ ആണ് ആൻഡ് ആൾസോ പ്രോഫിറ്റബിൾ കൂടിയായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഓർ JFM. The JFM program started in Odisha in 1988. ഈ ഒരു JFM or Joint Forest Management Program, it started in Odisha in 1988. Local communities protect degraded forest in partnership with the forest department. Okay, forest department or government ആയിട്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ട് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പ്രൊട്ടക്ട് ദി ഡിഗ്രേഡഡ് ഫോറസ്റ്റ്, ആ ഒരു ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, അത് ആ ഒരു കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് അല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കമ്മ്യൂണിറ്റി അവർ ലോക്കൽ പീപ്പിൾസും അവർ രണ്ട് ടീംസും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് JFM. ഓക്കെ, സോ ഇൻ റിട്ടേൺ അവർ ആ ഒരു കമ്മ്യൂണിറ്റീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായി. അതിനവർക്ക് റിട്ടേൺ ആയിട്ട് അവർക്ക് കിട്ടിയത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കിട്ടിയത് എന്താണ്, ഇൻ റിട്ടേൺ ദേ ഗെറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് എ ഷെയർ ഓഫ് ഹാർവസ്റ്റഡ് ടിമ്പർ. ഓക്കെ, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ടിമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വുഡ് അല്ലേ, തടി, ഫോറസ്റ്റിലുള്ള തടി ഒരു വുഡ്. ഈ നോൺ ടിമ്പർ ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഒരു ഫോറസ്റ്റിൽ ഈ ഒരു ട്രീ മാത്രം അല്ലെങ്കിൽ ഈ ഒരു വുഡ് മാത്രമാണോ ഉണ്ടാവുക, വേറെയും കുറേ പ്രൊഡക്ഷൻസ് ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ നോൺ ടിമ്പർ ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ, ഫോറസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഈ കമ്മ്യൂണിറ്റീസിന് കിട്ടി. ആൻഡ് ഷെയർ ഓഫ് ഹാർവസ്റ്റഡ് ടിമ്പർ, ഈ ഒരു നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കിട്ടി. ആൻഡ് അതിൻ്റെ കൂടെ എന്ത് കിട്ടി, ഷെയർ ഓഫ് ഹാർവസ്റ്റഡ് ടിമ്പർ. ഹാർവസ്റ്റഡ് ടിമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വിളവെടുക്കുന്ന വുഡ്. ഓക്കെ, വിളവെടുക്കുന്ന വുഡ്, അവിടുന്ന് വിളവെടുത്തിട്ട് കൊണ്ടുപോകുന്ന വുഡിൻ്റെ ഒരു ഷെയർ അവർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ വുഡ് അല്ലാത്ത അല്ലെങ്കിൽ ടിമ്പർ അല്ലാത്ത ഫോറസ്റ്റ് പ്രൊഡ്യൂസുകളും അവർക്ക് കിട്ടി. അതിൻ്റെ കൂടെ ഹാർവസ്റ്റഡ് ആയിട്ടുള്ള ടിമ്പറിൻ്റെ ഒരു ഷെയറും കൂടെ അവർക്ക് കിട്ടി. ഓക്കെ, അതാണ് അവർക്ക് അതിൽ കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ എന്താണ്, ദ കീ ടേക്ക് അവേ ഈസ് ദാറ്റ് കമ്മ്യൂണിറ്റീസ് മസ്റ്റ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ മാനേജിങ് നാച്ചുറൽ റിസോഴ്സ്. ഓക്കെ, ദ കീ, അതിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് കമ്മ്യൂണിറ്റീസ് മസ്റ്റ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ മാനേജിങ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, then development activities should focus on being people friendly, environment friendly and economically sustainable.
അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യാണ്, അത് പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് മാത്രമാണ് നടന്നത്. നമ്മൾ ചില ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ കാണാറുണ്ട് അല്ലേ, അതവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് അതെന്ത് ചെയ്യാറുണ്ട്, ബാഡിലി എഫക്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ പ്ലേസ് പോവാറുണ്ട്, വീടുകൾ പോവാറുണ്ട്. ബട്ട് ഈ ഒരു പ്ലേസിൽ അവിടെ എന്ത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി കൊണ്ടുവരികയാണെങ്കിലും അതൊക്കെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിരിക്കും, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, ആൻഡ് ഓൾസോ എക്കണോമിക്കലി സസ്റ്റൈനബിളും കൂടി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് മാത്രമേ അവിടെ വരാറുള്ളൂ. ദെൻ ദർ ഇസ് സ്റ്റിൽ എ ലോങ് വേ ടു ഗോ ടു ഇൻവോൾവ് കമ്മ്യൂണിറ്റീസ് ഇൻ മേജർ ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റീസിനും ദേ ക്യാൻ ആൾസോ ഇൻവോൾവ് ദി മേജർ ഡിസിഷൻ മേക്കിംഗ്. മേജർ ഡിസിഷൻ മേക്കിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്മ്യൂണിറ്റീസിനും കൂടെ ഇൻവോൾവിങ് കിട്ടുന്നുണ്ട് അല്ലേ. ഗവൺമെൻറ് എന്ത് മേജർ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും അതിൽ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും കൂടി ദേ ക്യാൻ ഇൻവോൾവ് ദി ഇൻ ടേക്കിംഗ് മേജർ ഡിസിഷൻ. ഓക്കെ.